കരീബിയൻ കടൽ കത്തുകയാണ്. തീയിട്ടത് മറ്റാരുമല്ല, അമേരിക്കയാണ്. നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്താണ് വിഷയമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാം. കരീബിയൻ കടലിൽ മയക്കുമരുന്ന് കടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു അന്തർവാഹിനിയെ US സൈന്യം ആക്രമിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ ആക്രമണത്തിൽ ആളപായം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ചിലർ രക്ഷപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വ്യാഴാഴ്ച നടന്ന ഈ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 2 പേരെ നേവി കപ്പലിൽ വെച്ച് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഹൌസിൽ വെച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെയാണ് ട്രംപ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഞങ്ങൾ ഒരു അന്തർവാഹിനിയെ ആക്രമിച്ചു. അത് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച ഒരു അന്തർവാഹിനിയായിരുന്നു. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കൊല്ലപ്പെട്ടവരുടെയും രക്ഷപ്പെട്ടവരുടെയും എണ്ണത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മയക്കുമരുന്ന് കടത്തുകാർ സാധാരണയായി ഉപയോഗിക്കുന്ന വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സെമി സബ്മറൈസബിൾ വിഭാഗത്തിൽപ്പെട്ട കപ്പലാകാം ആക്രമിക്കപ്പെട്ടത്. വൻതോതിലുള്ള മയക്കുമരുന്ന് US എത്തുന്നത് തടയാൻ വെനസ്വേലയിൽ ഉൾപ്പെടെ നാർക്കോ ടെററിസ്റ്റ് ഭീഷണിക്കെതിരെ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച സൈനിക നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം. കരീബിയൻ മേഖലയിൽ US യുദ്ധക്കപ്പലുകളും F-35 ഫൈറ്റർ ജെറ്റുകളും ആണവ അന്തർവാഹിനിയും ഉൾപ്പെടെ ഏകദേശം 6500 സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്രങ്ങളിൽ അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം പതിവാണ് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ലോകമെമ്പാടുമുള്ള തന്ത്രപ്രധാനമായ കടൽ പാതകളിലും തർക്ക മേഖലകളിലും അമേരിക്കയും യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും വിമാനവാഹിനി കപ്പലുകളും നിരന്തരമായി സഞ്ചരിക്കുന്നുണ്ട്. ഇവയിൽ പരിശീലനങ്ങളും നിരീക്ഷണങ്ങളും മുതൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും ആക്രമണങ്ങളും വരെ ഉൾപ്പെടുന്നുണ്ട്. അടുത്തിടെ കരീബിയൻ കടലിൽ നടന്ന അന്തർവാഹിനി ആക്രമണം ഈ ഇടപെടലുകളുടെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ്. കരീബിയൻ കടലിലെ നാർക്കോ ടെററിസം ഓപ്പറേഷനെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. സമീപകാലത്ത് നടന്ന പ്രധാന സൈനിക നടപടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ച കരീബിയൻ കടലിലെ അന്തർവാഹിനി ആക്രമണം. ഇതിലൂടെ അവർ ലക്ഷ്യം വെച്ചത് എന്താന്ന് വെച്ചാൽ വെനസ്വേലയിൽ നിന്ന് US മയക്കുമരുന്ന് കടത്തുന്ന നാർക്കോ ടെററിസ്റ്റ് ശൃംഖലയെ തകർക്കുക എന്നതായിരുന്നു ഈ ഓപ്പറേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മയക്കുമരുന്ന് കടത്താനായി പ്രത്യേകമായി നിർമ്മിച്ച ഒരു സെമി സബ്മെർസിബിൾ അതായത് അർദ്ധ അന്തർവാഹിനി വെസലിനെയാണ് US സൈന്യം ആക്രമിച്ചിട്ടുള്ളത്. ഈ ആക്രമണത്തിൽ ആളപായം ഉണ്ടാവുകയും രക്ഷപ്പെട്ടവരെ US നാവികസേന പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US മയക്കുമരുന്ന് കടത്ത് വർദ്ധിപ്പിക്കുന്നതിനെതിരെ പ്രഖ്യാപിച്ച വ്യാപകമായ സൈനിക വിന്യാസത്തിന്റെ ഭാഗമായിരുന്നു ഈ നടപടി എന്നുമാണ് ട്രംപിന്റെ വാദം. ഹോർമുസ് കടലിടുക്കിലും ഗൾഫ് മേഖലയിലെയും സംഘർഷങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അതായത് പശ്ചിമേഷ്യയിലെ എണ്ണക്കപ്പൽ ഗതാഗതത്തിന് നിർണായകമായ ഹോർമുസ് കടലിടുക്കിലും പേർഷ്യൻ ഗൾഫിലും ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ US നാവികസേനയുടെ ഇടപെടലുകൾ പതിവായിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 2019 2020 നിരവധി തവണ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ചെറിയ കപ്പലുകളും US നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും തമ്മിൽ അപകടകരമായ ഒരു അടുപ്പം സംഭവിക്കുകയുണ്ടായി. പലപ്പോഴും ഇത് ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തി എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതകളിൽ ഒന്നായിട്ടുള്ള ഈ മേഖലയിൽ US കപ്പലുകൾ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഓപ്പറേഷനുകൾ നടത്തി തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ യുദ്ധക്കപ്പലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നു. ദക്ഷിണ ചൈന കടലിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ചൈന അവകാശവാദം ഉന്നയിക്കുന്ന ദക്ഷിണ ചൈന കടൽ മേഖലയിലും US നാവികസേന നിരന്തരമായി സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമം അനുസരിച്ചിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചൈനയുടെ ആധികാരിക അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യലുമാണ് ഈ പെട്രോളിങ്ങുകളുടെ ലക്ഷ്യം. ചൈന കൃത്രിമമായി നിർമ്മിച്ച ദ്വീപുകൾക്ക് സമീപത്തു കൂടിയും മറ്റു തർക്ക മേഖലകളിലൂടെയും US നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ പോലുള്ള കപ്പലുകൾ കടന്നു പോകാറുണ്ട്. ഇത് പലപ്പോഴും വലിയ രീതിയിൽ വാർത്തയായിട്ട് വന്നിട്ടുമുണ്ട്. ചൈന ഇതിനെ പരമാധികാരത്തിന്റെ ലംഘനമായിട്ട് കണക്കാക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളെ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമമായിട്ടാണ് US ഇതിനെ ന്യായീകരിക്കുന്നത്. ഇനി പറയാനുള്ളത് മലബാർ വ്യായാമത്തെ കുറിച്ചാണ്.
ഇതെന്താന്ന് വെച്ചാൽ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ക്വാഡ് കൂട്ടായ്മയുടെ ഭാഗമായി US നാവികസേനയുടെ കടലിലെ സൈനിക ഇടപെടലുകൾ നേരിടുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് US നാവികസേനയുടെ കടലിലെ സൈനിക ഇടപെടലുകൾ. കരീബിയൻ കടലിലെ ഓപ്പറേഷൻ മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ ആയിരുന്നുവെങ്കിൽ ഗൾഫ് മേഖലയിലെ ഇടപെടലുകൾ പ്രാദേശിക രാഷ്ട്രീയ സംഘർഷങ്ങളെയും ദക്ഷിണ ചൈന കടലിലെ നീക്കങ്ങൾ ലോകശക്തികൾ തമ്മിലുള്ള തന്ത്രപരമായ കിടമത്സരങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ നീക്കങ്ങളെല്ലാം അമേരിക്കയുടെ ആഗോള സൈനിക ശക്തിയുടെ പ്രതിഫലനമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട അമേരിക്ക ഇതിനു മുൻപും നിരവധി സുപ്രധാന നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കരീബിയൻ കടലിലെ അന്തർവാഹിനി ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമേ അല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി അമേരിക്കൻ സൈന്യവും കോസ്റ്റ് ഗാർഡും ലാറ്റിൻ അമേരിക്കൻ, കരീബിയൻ മേഖലകളിൽ നടത്തിവരുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതായത് ഇത്തരം ആക്രമണങ്ങൾ അമേരിക്ക പതിവായിട്ട് ഇവിടെ നടത്താറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഓപ്പറേഷൻ ആൻഡീസ് പോലുള്ളവയാണ്. അതായത് US നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് തെക്കേ അമേരിക്കയിൽ നിന്ന് വടക്കൻ അമേരിക്കയിലേക്ക് കരീബിയൻ കടൽ വഴിയും കിഴക്കൻ പസഫിക് വഴിയും നടക്കുന്ന കൊക്കൈൻ, മറ്റ് മയക്കുമരുന്ന് കടത്തുകൾ തടയുക എന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള നിരവധി ദൗത്യങ്ങൾ ഇവര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ദൗത്യങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. US സതേൺ കമാൻഡിന്റെ കീഴിൽ സ്ഥിരമായി മയക്കുമരുന്ന് വേട്ടയ്ക്കുള്ള ദൗത്യങ്ങൾ നടക്കാറുണ്ട്. ഓപ്പറേഷൻ ആൻഡീസ് പോലുള്ള ദൗത്യങ്ങളുടെ ഭാഗമായി കപ്പലുകളും എയർക്രാഫ്റ്റുകളും ഉപയോഗിച്ച് കടത്തുകാരെ നിരീക്ഷിക്കുകയും പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക്കിലും US നാവിക കപ്പലുകളുടെയും കോസ്റ്റ് ഗാർഡ് വെസലുകളുടെയും സ്ഥിരമായ പെട്രോളിംഗുകൾ നടക്കാറുണ്ട്. ഗോ ഫാസ്റ്റ് വെസലുകൾക്കെതിരായ നടപടികളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. മയക്കുമരുന്ന് കടത്തുകാർ അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന ബോട്ടുകളും അർദ്ധ അന്തർവാഹിനികളും ഉപയോഗിക്കുന്നത് പതിവാണ്. നാർക്കോ സബ്സ് വേട്ട. ഈ സെമി സബ്മെറൈസുകൾ വളരെ താഴ്ന്നു സഞ്ചരിക്കുന്നത് കാരണം റഡാറുകളിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. ഇവയെ കണ്ടെത്തി പിടികൂടി US നാവികസേനയും കോസ്റ്റ് ഗാർഡും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും പ്രത്യേക പരിശീലനം ലഭിച്ച ടീമുകളെയും ഉപയോഗിക്കാറുണ്ട്. കരീബിയൻ കടലിൽ ട്രംപ് സ്ഥിരീകരിച്ച ഈ ആക്രമണത്തിന് സമാനമായ വേട്ടകൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട് എന്നതാണ് സത്യം. പലപ്പോഴും കപ്പലുകൾ മുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. US കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഇൻഡക്ഷൻ സ്പെഷ്യാലിറ്റി ടീമുകൾ വേഗതയേറിയ ബോട്ടുകളെ പിന്തുടർന്ന് പിടികൂടുകയും മയക്കുമരുന്ന് പിടിച്ചടക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ ടൈഡൽ വേവ് സെക്കൻഡ് പോലുള്ള സമീപകാല വിന്യാസങ്ങളാണ് പറയുന്നത്. 2020 ഏപ്രിൽ വെനസ്വലയിൽ നിന്ന് മയക്കുമരുന്ന് കടത്ത് വർദ്ധിച്ചതിനെ തുടർന്ന് US നാവികസേന കരീബിയൻ മേഖലയിലും അതുപോലെ തന്നെ പസഫിക്കിലും കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ഈ സൈനിക നീക്കവും മയക്കുമരുന്ന് കടത്തലിനെതിരെ ട്രംപ് ഭരണകൂടം നടത്തിയ സുപ്രധാന നടപടിയായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ കരീബിയൻ കടൽ മേഖലയിൽ മയക്കുമരുന്ന് കടത്ത് തടയാനുള്ള സൈനിക നടപടികൾ അമേരിക്കയുടെ പ്രതിരോധ സുരക്ഷാ നയങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഭാഗമാണ്. ഇവ വർഷങ്ങളായി തുടരുന്നതും ആധുനിക മാർഗങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമാണ്. അമേരിക്കൻ നാവികസേനയുടെ ദൗത്യങ്ങളും കരുത്തും ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പാക്കുന്ന ഒരു സൈനിക ശക്തി ഉണ്ടെങ്കിൽ അത് അമേരിക്കൻ നാവികസേനയാണ് എന്നത് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. വെറും ഒരു പ്രതിരോധ സേന എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സുരക്ഷാ കാര്യങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി US നാവികസേന ഇന്നും നിലകൊള്ളുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ കരുത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും സാങ്കേതികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതുമായ നാവികസേന തന്നെയാണ് അമേരിക്കയുടേത്. ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകളുടെ ഏറ്റവും വലിയ ശേഖരം അമേരിക്കയുടെ മാത്രം പ്രത്യേകതയാണ്. ഓരോ വിമാനവാഹിനി കപ്പലും ഒരു ചെറിയ നഗരത്തിന് തുല്യമാണ്. ഇതിനു പുറമെ ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകൾ, ഡിസ്ട്രോയറുകൾ, പൂർണ്ണമായും ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ എന്നിവയും ഒരു വമ്പൻ ശേഖരം തന്നെ അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഈ മേഖലയിൽ ആർക്കും തന്നെ പരാജയപ്പെടുത്താനാകില്ല. ഇപ്പോൾ കരീബിയയിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്.